പാകിസ്ഥാനിൽ പ്രതിസന്ധി രൂക്ഷമാകുന്നു എന്ന വാർത്തകൾ ഇപ്പോൾ പുറത്തുവരുന്നു. പാകിസ്ഥാൻ വിമാന കമ്പനികൾ ഇതേ തുടർന്ന് ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചിരിക്കുകയാണ് എന്നും നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നുണ്ട്. അതായത് എഞ്ചിനീയർമാർ തന്നെ, അതായത് പാകിസ്ഥാൻ്റെ വിമാന എഞ്ചിനീയർമാർ തന്നെ വിമാനം തടയുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വിമാന എഞ്ചിനീയർമാർ വിമാനങ്ങൾക്ക് വിമാന യോഗ്യതാ ക്ലിയറൻസ് നൽകുന്നത് നിർത്തിയതിനെ തുടർന്ന് പാകിസ്ഥാനിലെ എയർലൈനിലെ വിമാന സർവീസുകൾ പൂർണ്ണമായും തടഞ്ഞു എന്ന റിപ്പോർട്ട് പുറത്തുവരുന്നു. ഇതെല്ലാം നിലച്ചതിനാൽ പാകിസ്ഥാൻ ഇന്റർനാഷണൽ എയർലൈൻസ് PIA ഗുരുതരമായ പ്രതിസന്ധിയാണ് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. തിങ്കളാഴ്ച രാത്രി 8 മണിക്ക് ശേഷം ഒരു അന്താരാഷ്ട്ര വിമാനങ്ങൾ പോലും പാകിസ്ഥാനിൽ നിന്ന് പറന്നുയർന്നിട്ടില്ല എന്ന റിപ്പോർട്ട് പുറത്തുവരുന്നു. ഇതുവരെ കുറഞ്ഞത് 12 ഷെഡ്യൂൾ ചെയ്ത വിമാനങ്ങളെയെങ്കിലും ബാധിച്ചിട്ടുണ്ടെന്നും ഉംറ തീർത്ഥാടകർ ഉൾപ്പെടെ നൂറുകണക്കിന് യാത്രക്കാർ ഇസ്ലാമാബാദ്, പാകിസ്ഥാന്റെ കറാച്ചി, ലാഹോർ തുടങ്ങിയ പ്രധാന വിമാനത്താവളങ്ങളിൽ കുടുങ്ങിക്കിടക്കുകയാണ് എന്നും അറിയാനായി സാധിക്കുന്നുണ്ട്. കഴിഞ്ഞ 2 മാസമായി മാനേജ്മെന്റ് തങ്ങളുടെ പരാതികൾ അവഗണിക്കുകയാണെന്ന് യൂണിയൻ ആരോപിക്കുന്നതിനാൽ എയർലൈൻ CEO നിലപാട് മാറ്റുന്നതുവരെ അംഗങ്ങൾ ജോലിയിലേക്ക് മടങ്ങില്ല എന്നാണ് പാകിസ്ഥാൻ എയർക്രാഫ്റ്റ് എഞ്ചിനീയേഴ്സ് സൊസൈറ്റി SAEP പ്രഖ്യാപിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 8 വർഷമായി എഞ്ചിനീയർമാർക്ക് ശമ്പള വർധനവ് ലഭിച്ചിട്ടില്ലെന്നും സ്പെയർ പാർട്സുകളുടെ കടുത്ത ക്ഷാമം ഉണ്ടായിരുന്നിട്ടും വിമാനങ്ങൾ ക്ലിയർ ചെയ്യാൻ സമ്മർദ്ദം ചെലുത്തുന്നുണ്ടെന്നും യൂണിയൻ വ്യക്തമാക്കി. യാത്രക്കാരുടെ ജീവൻ അപകടത്തിലാക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അങ്ങനെ അപകടത്തിലാക്കിക്കൊണ്ട് മാനേജ്മെന്റ് ഉത്തരവുകൾ പാലിക്കാൻ കഴിയില്ല എന്നാണ് യൂണിയൻ നിലവിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. മറുവശത്ത് PIA CEO പണിമുടക്ക് നിയമവിരുദ്ധമാണെന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പണിമുടക്ക് നടത്തിയവരെ കായികമായി നേരിടാനാണ് യഥാർത്ഥത്തിൽ ഇവരുടെ തീരുമാനം. 1952 പാകിസ്ഥാൻ അവശ്യ സേവന നിയമത്തിൻ്റെ ലംഘനമാണ് ഇത് എന്നാണ് ഇവർ വ്യക്തമാക്കുന്നത്. അതായത് PIAയുടെ CEO വ്യക്തമാക്കുന്നത് എയർലൈൻ്റെ സ്വകാര്യവൽക്കരണ പ്രക്രിയയെ തകർക്കുക എന്നതാണ് പണിമുടക്കിൻ്റെ പ്രധാന ലക്ഷ്യമെന്ന് അദ്ദേഹം ആരോപിച്ചു. വിമാന പ്രവർത്തനങ്ങൾ ഉടൻ പുനരാരംഭിക്കുന്നതിന് മറ്റു വിമാന കമ്പനികളിൽ നിന്ന് എഞ്ചിനീയർമാർക്ക് പിന്തുണ ക്രമീകരിക്കാൻ എയർലൈൻ മാനേജ്മെൻറ്റ് ശ്രമിക്കുകയാണ്. എന്നിരുന്നാലും നിലവിലെ സാഹചര്യത്തിൽ PIAയുടെ ഫ്ലൈറ്റ് ഷെഡ്യൂൾ പൂർണ്ണമായും സ്തംഭിച്ചിരിക്കുകയാണ്. സ്ഥിതിഗതികൾ സാധാരണ നിലയിലാക്കുന്നതിൻ്റെ സൂചനകളൊന്നും തന്നെ ഇതുവരെ ലഭിക്കുന്നില്ല എന്നും വിവരങ്ങളുണ്ട്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.